ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാല ഷവായാണ്. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്നതിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പ്രഷർ കുക്കറിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഷവായ തയ്യാറാക്കാൻ വേണ്ടി 1.5 കിലോ ചിക്കൻ സ്കിന്നോട് കൂടി കട്ട് ചെയ്യാണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷവായ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഒരു 10-12 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയുള്ളി ഒരു 1.5 പിടി ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം മല്ലിയില, പിന്നെ കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കാശ്മീരി മുളക് ഒരു 18 എടുത്തിട്ടുണ്ട്. അത് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു 4-5 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പൈസസ് ആയിട്ട് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് മുളക് കുറച്ച് കൂടുതൽ എടുത്തത്. ഇതിലേക്കിനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മാഗി ക്യൂബ് ഒരു പീസ് മതി കേട്ടോ. ഇതിപ്പോൾ ചിക്കൻ 1.5 കിലോൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് മന്തി മസാല ഒരു 2 ടേബിൾ സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കാം. അതിനുശേഷം നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുമ്പ് തന്നെ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സ്കിന്നോട് കൂടിയ ചിക്കനാട്ടോ എടുത്തത്. അതിതാ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒന്ന് ഫോർക്ക് വെച്ച് മൊത്തം ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാല പിടിക്കാൻ വേണ്ടി. ഇനി ഇതാ ഈ മസാല നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കാം. ഇതാ എല്ലായിടത്തും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നു. ഇനി ഇതാ ചിക്കനിൽ നന്നായി മസാല ഫുള്ള് തേച്ച് പിടിപ്പിച്ച ശേഷം കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇതൊന്ന് മാറ്റി വെക്കണം. ആ മസാലയിൽ നന്നായിട്ടൊന്ന് കിടന്ന് അതൊന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ ഇതാ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കട്ടെ. ഇപ്പോൾ ഒരു 2 മണിക്കൂർ ഒരു 2 മണിക്കൂറല്ല ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലിപ്പം എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഓയിലും വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ മസാലയിൽ കിട്ടുന്ന നല്ല സോഫ്റ്റായ ചിക്കൻ നമുക്ക് ഈ ചൂടായ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഈ ബാക്കി വരുന്ന മസാലയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ മസാലയും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓപ്ഷണലാണ്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അഥവാ വേവ് കുറവുണ്ടെങ്കിൽ ഒരു ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു വിസിലും കൂടി വരുത്തിയാൽ മതി. ഇതിപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതാ അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് എന്നിട്ട് ഈ ചിക്കൻ മാത്രം എടുത്തിട്ട് ഈ ഓയിലിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ നന്നായി വെന്ത ചിക്കൻ നമുക്ക് എടുത്തിട്ട് ഈ ഫ്രൈ പാനിലേക്ക് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ സൈഡും ഒന്ന് മുരിച്ചെടുക്കാം. ശേഷം ചിക്കൻ ഈ പാനിൽ നിന്ന് മാറ്റി എന്നിട്ട് ആ ഗ്രേവി ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് ഈ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം.
ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഗ്രേവിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഷവായ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറുമാണ്. അപ്പോൾ ഇതാ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ മസാലയൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ചിക്കൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 10-15 കാഷ്യൂ നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തത് അരച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ പേസ്റ്റ് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അതേപോലെ തന്നെ പെട്ടെന്നത് ഇതിൻ്റെ ഗ്രേവിയൊക്കെ കുറുകി സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയും ചിക്കനും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വിട്ട് പോരുന്ന പാകത്തിലായിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ മസാല ഷവായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഇതിൽ കാണുന്ന പോലെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഷവായ റെഡിയായി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവായ റെഡിയായി. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ചിക്കനെ പോലെ തന്നെ ഈ മസാല ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.